കോട വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിലെ പെൺകുട്ടികളെ വീട്ടിൽ വിടുന്നില്ലെന്നുള്ള പരാതി ഉയരുകയാണ്. 400-ലധികം കുട്ടികളാണ് 2 ലേഡീസ് ഹോസ്റ്റലുകളിലായി കഴിയുന്നത്. കമൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. കമൽ, ഇത് എന്തൊരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ്. സാധാരണ ക്യാമ്പസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ സാധിക്കും. അതവരുടെ അവകാശമാണ്. എന്തുകൊണ്ട് ഈ കുട്ടികളെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു? അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഹോസ്റ്റൽ അധികൃതർ നൽകുന്ന വിശദീകരണം? അക്ഷയ, എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ വീട്ടിലേക്ക് വിടാത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ കുട്ടികൾക്ക് സ്റ്റാഫ് അഡ്വൈസർമാരുണ്ട്. അവരാണ് കുട്ടികളെ നേരിട്ട് ബന്ധപ്പെടുന്നതും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതും. അത്തരം അഡ്വൈസർമാരോട് ചോദിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിർദ്ദേശം ലഭിക്കുന്നത്. 2 ലേഡീസ് ഹോസ്റ്റലുകളാണ് ക്യാമ്പസിലുള്ളത്. ഒരു ഹോസ്റ്റലിൽ 300-ലധികം കുട്ടികളുണ്ട്. മറ്റൊരു ഹോസ്റ്റലിൽ ഏതാണ്ട് 200-നടുത്ത് കുട്ടികളുണ്ട്. ആ 2 ഹോസ്റ്റലിലെ കുട്ടികളും വീട്ടിൽ പോകാൻ അനുമതി ചോദിച്ചിട്ടും വീട്ടിലേക്ക് അയക്കുന്നില്ല എന്നാണ് പരാതി. തുടർച്ചയായി സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ ഈ ഗേൾസ് ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കം ചാടിക്കടന്ന് പ്രതിഷേധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പെൺകുട്ടികൾക്ക് അവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മരണമടഞ്ഞ സിദ്ധാർത്ഥന്റെ സഹപാഠികളുണ്ട്, ആ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട്. പലതരത്തിലും മാനസിക സമ്മർദ്ദമൊക്കെ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് അനുമതി കിട്ടുന്നില്ല. വളരെ വേഗം തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ അങ്ങനെ കുട്ടികളെ വീട്ടിലേക്ക് വിട്ടുകിട്ടാതെ ഈ ഹോസ്റ്റലിൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയുടെ രക്ഷിതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. എന്താണ് മകളെ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിടുന്നില്ല എന്നാണ് പറയുന്നത്? എന്താണ് ഹോസ്റ്റൽ അധികൃതർ കുട്ടികളോട് നൽകുന്ന വിശദീകരണം? എന്താണ്? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം സാർ, പറഞ്ഞോളൂ. അതായത് കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ പറ്റുന്ന പുറത്തിറങ്ങിയാൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പുറത്തേക്ക് വരണ്ട, അതായത് പുറത്ത് സംഘർഷമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വരണ്ട എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ കുട്ടികളെ അറിയിച്ചിരിക്കുന്നതാണ് മോള് പറഞ്ഞത്. അതിന്റെ ഹോസ്റ്റലിന് പുറത്ത് 2 ഹോസ്റ്റലാണ് ഉള്ളത്. ഇതിൽ ഇവളുടെ ഹോസ്റ്റൽ, മോള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ പുറത്തുനിന്ന് ഗേറ്റും ലോക്കും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം നടന്നപ്പോൾ അത് ഗേറ്റ് ചവിട്ടി പൊളിക്കുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ ചാനലുകളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നുമുണ്ട്. അതേസമയം ഇവള് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഗേറ്റോ ഒന്നുമില്ലാത്ത ഒരു ഹോസ്റ്റലുണ്ട്. അവിടുത്തെ കുട്ടികൾ ഇവരുടെ ഹോസ്റ്റലിൽ വന്ന് വേണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നിലവിൽ ഇപ്പോൾ മോൾ താമസിക്കുന്ന ഹോസ്റ്റലില് അത് പുറത്തുനിന്ന് ഏതാണ്ട് പൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. നമ്മൾ അഡ്വൈസർമാരോട് അല്ലെങ്കിൽ മേളിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല. മുകളിൽ നിർദ്ദേശം വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറയുന്നത്. അവരുടെ കുറ്റമല്ല, ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല. മാത്രമല്ല സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് എൻ്റെ മോള്. അന്നേരം അവർക്ക് ഈ കുട്ടികൾക്കെല്ലാം തന്നെ മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. ആൺകുട്ടികളാരും ഇല്ല, അവരുടെ വീട്ടിൽ പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ് ഇവരൊന്ന് വീട്ടിൽ വിടുകയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്. അങ്ങ് പറയും പോലെ ഒരു കൂട്ടുകാരനാണ്, കൂടെ പഠിക്കുന്ന ഒരാൾ മരിക്കുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഇത്രമേൽ സംഘർഷാവസ്ഥ ക്യാമ്പസിൽ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവുമല്ലോ. എന്ത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഹോസ്റ്റൽ അധികാരികൾ പറയുന്നത്. ഇവർ പുറത്തേക്ക് വരുന്നാൽ ഇവർ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണല്ലോ വരുന്നത്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാകും? അതിന്റെ പ്രശ്നം അവർ പറയുന്നത് പുറത്തിറങ്ങിയാൽ ഇപ്പൊ ഈ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ടല്ലോ. അന്നേരം അതുകൊണ്ട് കുട്ടികൾ ഇറങ്ങി വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. അത് വ്യക്തമായിട്ട് അവർ പറയുന്നില്ല. ഇവരെ പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ പുറത്ത് പോകണ്ട എന്നുള്ള ലൈനിലാണ് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ, വ്യക്തമായ മറുപടി നമുക്ക് ഇതിന് കിട്ടുന്നില്ല. അതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഒരു PTA ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ PTA ഗ്രൂപ്പിൽ രക്ഷിതാക്കൾക്കെല്ലാം മറുപടി പറയാനും ഒക്കെ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഗ്രൂപ്പ് ഇപ്പം നല്ല അഡ്മിൻ ആയിരുന്നു, അതിപ്പം കൈകാര്യം ചെയ്യാൻ അഡ്മിനുള്ളി ആക്കിയിരുന്നു. ആർക്കും നേരിട്ട് പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അത് വീണ്ടും ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ അതിൻ്റെ അകത്ത് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷെ അതും കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും മെസ്സേജ് ഇട്ട് കാണുന്നില്ല. എന്താണെങ്കിലും കൃത്യമായൊരു മറുപടി മനവിന്റെ ഭാഗത്താണ്, മനവിന്റെ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ കുട്ടികളെ വിട്ടുവിടുന്ന സംബന്ധിച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെ പറ്റുമെങ്കിൽ വീട്ടിലേക്കൊന്ന് അയക്കുന്നത് നന്നായിരിക്കും. കാരണം മറ്റവരോടൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്ന മനസ്സിലാകുന്ന ആൺകുട്ടികളോട്. പറയുന്നതിലും അഭിപ്രായം പറയുന്നതിലൊക്കെ ഒരു പേടി ഉണ്ടാകുന്നുണ്ടോ കോളേജ് അധികാരികൾക്ക്? വ്യക്തത വരുന്നില്ല, അതാണ് സംഭവം. പെൺകുട്ടികളാണ് ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ കൂടെ പഠിച്ചിരുന്നത്, കൂടെ ഉണ്ടായത്. അവർക്ക് സിദ്ധാർത്ഥന്റെ മകനത്ത് ഭയങ്കരമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതിലും പ്രയാസമാണ്. 100-300 പിള്ളേരും ഉണ്ട്. അവരെ വീട്ടുവിടുകാരും നന്നായിരുന്നു. അതാണ് ഞങ്ങൾ രക്ഷിതാക്കൾക്കും പേടിയാണ്. കാരണം എന്റെ മോള് ഇവിടുന്ന് എത്രയോ ദൂരം വയനാട് വന്ന് അവൾ ഒറ്റയ്ക്ക് ആണ് ഇങ്ങോട്ട് വരുന്നത്. അവര് ആകപ്പാടെ പേടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ നടന്ന പ്രകടനങ്ങളെല്ലാം കാണാൻ ഈ പെൺപിള്ളേർ മാത്രമാണുള്ളത്. പറ്റുമെങ്കിൽ അവരെ വീട്ടിൽ വിട്ടാൽ ഉപകാരമായിരുന്നു. പെട്ടെന്നുള്ള നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ശരി, സാറിലേക്ക് മടങ്ങിയെത്താൻ അല്പസമയത്തിനകം തന്നെ.
ഞാൻ ഒരു കമലിലൂടെയൊക്കെ ഒന്ന് പോവുകയാണ്. കമൽ, ഈ പറയുന്ന പോലെ അതായത് ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് ഈ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് വിടുന്നില്ല എന്നുള്ളതാണ്. കുട്ടികൾ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയാണോ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്? സാധാരണ ഹോസ്റ്റലിൽ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ വീട്ടിലേക്ക് വിടുക എന്നുള്ളതാണല്ലോ സാധാരണ എല്ലാ ക്യാമ്പസുകളിലും സംഭവിക്കുന്ന പതിവ് രീതി. അങ്ങനെയാണല്ലോ സ്വീകരിക്കുന്ന ഒരു പതിവ് രീതി. അതിനപ്പുറത്തേക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കുന്നു, ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിലും പ്രശ്നങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു ഭയമാണോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചെയ്തിയിലേക്ക്, ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നതിലേക്ക് ഈ കോളേജ് അധികാരികളെ, ഹോസ്റ്റൽ അധികാരികളെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താകാനാണ് സാധ്യത? കമൽ, അസാധാരണ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഒരിടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം തന്നെ നിർണായകമായിട്ടുള്ള പല വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തുന്നില്ല എന്നുള്ള കാര്യം നിലനിൽക്കുന്നു. ജീനെതിരെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതേസമയം ഒരിടത്ത് വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. കൂടുതൽ നടപടികൾ സ്വീകരിക്കാനായിപ്പെട്ട് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരുന്നു. ക്യാമ്പസിൽ SFIക്ക് ഇടിമുറി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള SFIക്കാരുടെ ഒരു ഫാസിസം നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. അതേസമയമാണ് മറ്റൊരിടത്ത് ഹോസ്റ്റലിൽ നിന്നും പെൺകുട്ടികളെ വീട്ടിലേക്ക് വിടാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിവരം കൂടി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 2 ഹോസ്റ്റലുകളിലായി 400-ലധികം വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് പെൺകുട്ടികളെ വിട്ടയക്കാൻ ഹോസ്റ്റൽ അധികാരികൾ തയ്യാറാകുന്നില്ല. പ്രശ്നമുണ്ടാകും ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്ത് പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കുന്നു. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ രക്ഷിതാക്കൾക്ക് സാധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം. PTA ഗ്രൂപ്പാണ് ഇപ്പോൾ ആ തരത്തിലേക്ക് ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള നടപടികൾ ക്യാമ്പസ് അധികാരികളിൽ നിന്നും ഹോസ്റ്റൽ അധികാരികളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്? സാധാരണ ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക, സുരക്ഷിതരായിരിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ സ്വീകരിക്കുന്ന നടപടി അതാണല്ലോ. എന്തുകൊണ്ട് വീട്ടിലേക്ക് വിടുന്നില്ല? എന്തുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നു? ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? എന്താണ് ഇങ്ങനെയുള്ള അസാധാരണമായ രീതിയിലേക്കൊക്കെ ക്യാമ്പസ് അധികൃതർ മുന്നോട്ട് പോകുന്നത്? അക്ഷയ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ വീട്ടിൽ വിടാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അതിന് വ്യക്തമായൊരു കാരണം ഹോസ്റ്റൽ അധികൃതരോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അധികൃതരോ പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ചെറിയ ചെറിയ ഗ്രൂപ്പ് കുട്ടികൾക്കായി അവരുടെ കാര്യങ്ങൾ നോക്കാനായി സ്റ്റാഫ് അഡ്വൈസർമാരുണ്ട്. അത് ബോയ്സിനും ഗേൾസിനും ഉണ്ട്. ബോയ്സിനെയൊക്കെ നേരത്തെ തന്നെ വീട്ടിൽ വിട്ടു. 2 ആഴ്ച കഴിഞ്ഞ എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ഈ പെൺകുട്ടികളെ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിടുന്നില്ല എന്ന കാര്യത്തിൽ ഒരു മറുപടി ആരും നൽകുന്നില്ല. രക്ഷിതാക്കൾ ഇതിൽ വളരെ അസ്വസ്ഥരാണ്. കാരണം ക്യാമ്പസിൽ നിരന്തരം ഈ സമരങ്ങൾ നടക്കുന്നു, പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു, ലേഡീസ് ഹോസ്റ്റലിന്റെ ഗേറ്റ് അടക്കം ചാടിക്കടന്ന് പ്രതിഷേധക്കാർ വരുന്നു. അത്തരത്തിൽ ഇതൊക്കെ വാർത്തകളിൽ നിറയുമ്പോൾ സ്വാഭാവികമായും വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെയെങ്കിലും കുട്ടികൾ വീട്ടിൽ നിൽക്കണമെന്നാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് ഒരു തീരുമാനം ഈ സർവകലാശാലയുടെ ഭാഗത്തു നിന്നോ ഈ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഇത് സർവകലാശാല ക്യാമ്പസിൽ തന്നെയാണ് ഈ കോളേജും. ഒന്നിച്ചാണ് ഒരു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ ക്യാമ്പസാണ്. അതിനകത്ത് വെറ്ററിനറി കോളേജ് പ്രവർത്തിക്കുന്നു. വൈസ് ചാൻസലറുടെ ഉൾപ്പെടെയുള്ള ഓഫീസ് ഇതിനകത്താണ്.